ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് കളിക്കുന്ന ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വേറൊരു സ്ഥലം, ഞാനത് അപ്പുറത്തെ സ്റ്റേറ്റ് വരെ പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ട്രെയിൻ ഇത് സ്റ്റാർട്ടായില്ല, നമ്മളിവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ ഈ സൈക്കിളിലാണ് വന്നത്, പക്ഷേ കാരണം തൊട്ടടുത്തല്ലേ നമ്മുടെ വീട്. ട്രെയിൻ എടുക്കാൻ ഇനിയും ടൈം വേണം. ഈ സമയത്താച്ചാ നമ്മളെ വിളിക്കുന്നത്. ഞാൻ എൻ്റെ ഫോണിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തായിരുന്നു. ഹലോ, ആരാണ്? ഹലോ, ഇത് ഞാനാണ്. ആരാണ് നിങ്ങൾ? നിങ്ങൾ ആരാന്ന് പറയാം. ഞാനാണ് ഇവിടുത്തെ ഇൻസ്പെക്ടർ, ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D വേൾഡിൽ ഇൻസ്പെക്ടറാണ്. നിങ്ങളല്ലേ ഇന്ത്യൻ CJ? അതാരാണ്? ഞാൻ ഇന്ത്യൻ CJ ഒന്നുമല്ല. ഞാൻ ഇവിടെ എൻ്റെ പേര് ഗൈസ്, നമ്മുടെ പേരെന്തുവായിരുന്നു? അതെ, ഞാൻ തന്നെയാണ് ഇന്ത്യൻ CJ. മിസ്റ്റർ, ഇങ്ങോട്ടൊന്ന് പെട്ടെന്ന് വരണം. നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണം. നിങ്ങൾ ആരാണെന്നൊന്നും ആദ്യം പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടുത്തെ SI ആണ് ഈ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ. ഓക്കെ സാർ, ഞാനിപ്പോൾ വരാം. നമ്മുടെ ആ പഴയ ക്യാരക്ടർ ഇല്ലേ? നമുക്കപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ഇന്ന് പോകാൻ പറ്റത്തില്ല, കാരണം SI നമ്മളെ വിളിച്ചില്ലേ. നമ്മുടെ പഴയ ക്യാരക്ടറാണെന്ന് തോന്നുന്നു ഇന്ത്യൻ CJ. ഇപ്പോൾ എനിക്ക് പഴയ ക്യാരക്ടർ എടുക്കാനേ പറ്റുന്നില്ല. ഇവിടെയൊക്കെ ഈ സംഭവം അതാണ് നിർത്തി വെച്ചത്. വെയിറ്റ്, ഇതിനെ അങ്ങ് പൊട്ടിച്ചിട്ട് വിട്ടേക്കാം. ഓക്കെ, ഇനി എല്ലാം തന്നെ പൊട്ടിക്കോളൂ. ഓക്കെ. അപ്പോൾ അവിടെ പൊട്ടുന്നതിൻ്റെ സൗണ്ട് ഭയങ്കര വലുതായിട്ട് കേൾക്കുക. അപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് ബട്ടൺ എല്ലാവരും അങ്ങ് അടിച്ച് പൊട്ടിച്ച് തരിക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഇതൊരു പൊട്ടിക്കുന്നില്ല. എന്ത് പൊട്ടലാടെ? അതിലെന്തോ എനിക്ക് തോന്നുന്നുണ്ടാകും 30-ൽ കൂടുതൽ എന്തോ ക്യാനുണ്ടെന്ന്. ഇപ്പം തീർന്നു. അപ്പം നമ്മുടെ സൈക്ലിംഗ് എടുത്തുകൊണ്ട് ഇറങ്ങി. നമ്മുടെ പഴയ ക്യാരക്ടർ ഫ്രാങ്ക്ലിൻ അല്ല, നമ്മുടെ GTA ഫ്രാങ്ക്ലിൻ അല്ല, അത് ഇന്ത്യൻ CJ ആണ്. CJ നിങ്ങൾക്ക് അറിയായിരിക്കും, GTA സാൻ ആൻഡ്രിയാസിലെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റാണ്. ആ CJ ആണ് ഇന്ത്യൻ CJ. കാരണം ഫ്രാങ്ക്ലിൻ പാൻ്റ് അല്ല ഇട്ടേക്കുന്നത്, ആ ക്യാരക്ടർ പാൻ്റാണ് ഇട്ടേക്കുന്നത്. പാൻ്റ് ഇട്ടേക്കുന്നത് നമ്മുടെ CJ ആണ്. അപ്പം ആ പഴയ ക്യാരക്ടറിൻ്റെ പേര് ഇന്ത്യൻ CJ എന്നായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ CJ അല്ല, നമ്മൾ ട്രാൻസ്ഫോം ആയത് നിങ്ങൾക്കറിയാമല്ലോ. നമ്മളിപ്പോൾ വേറൊരു ആളായി. പക്ഷേ ഇപ്പോൾ എങ്ങനെ തിരിച്ചു വരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്താലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ എത്തി. സാറേ, എന്താണ് കുഴപ്പം? സാർ എന്തിനാ എന്നെ വിളിച്ചത്? മിസ്റ്റർ, നിങ്ങളല്ലേ ഇന്ത്യൻ CJ? അല്ല സാർ, ഞാൻ ഇന്ത്യൻ CJ അല്ല. നമുക്കൊരു പേജ് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ എന്ത് പേരിടും? എനിക്കിപ്പോൾ എന്ത് പേരിടും? നമുക്കിപ്പോൾ ഒരു നോർമൽ പേര്, നമുക്ക് ശരവണൻ ഇടാൻ. നമുക്കൊരു കള്ളപ്പേരാണ്. സാർ, എൻ്റെ പേര് ശരവണൻ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ CJ അറിയാവോ? ഇന്ത്യൻ CJ എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ്. അവനിപ്പോൾ ഏത് സ്ഥലത്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ സാർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം എപ്പോഴും. നിങ്ങളുടെ വീട് എവിടെയാണ്? തൊട്ടപ്പുറത്താണ് സാർ. അപ്പുറത്താണ് സാർ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ചിലപ്പോഴൊക്കെ പോലീസ് നിങ്ങളുടെ വീട്ടിൽ വരും, അപ്പോൾ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ സാർ, താങ്ക് യു സാർ. അപ്പോൾ എന്തൊക്കെയോ ഈ സാറുമാർ എന്തൊക്കെയോ പറയുന്നു. എന്താണ് നമ്മളെ പേടിപ്പിക്കാൻ ഓരോന്നും പറയുന്നതെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഇതെന്താണ് ഇപ്പോൾ ഓടാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് ഒരു നല്ല കാറ് വേണം. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് എൻ്റെ സൈക്കിളൊന്ന് പതുക്കി എടുത്തിട്ട് കാർ എടുക്കട്ടെ കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഡിഫൻഡർ എടുത്തിട്ടുണ്ട്. കാരണം സൈക്കിളിൽ ഇതെല്ലാം ചെയ്യാൻ നിന്ന് ഭയങ്കര ടൈം പിടിക്കും, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡിഫൻഡർ എടുത്തത്. ഓക്കെ വളച്ച് കെട്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത് ഇപ്പം പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ CJ കണ്ടുപിടിക്കാനാണ്. പോലീസിൻ്റെ അടുത്ത് ഇപ്പം നമ്മൾ പറയുമോ നമ്മളാ ട്രാൻസ്ഫോം ചെയ്തെങ്കിൽ നമ്മളെ പിടിച്ച് ജയിലിടും. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ സാർ, ട്രാൻസ്ഫോമിംഗ് ഒന്നും ഇവിടെ അലോഡഡ് ഇല്ല. നമ്മളെന്താണ് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഇന്ത്യൻ CJ നമ്മുടെ ഈ ആളായത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ CJ ആവാൻ പറ്റുന്നില്ല. നമുക്കപ്പം നേരെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട് വരുന്ന പോകണം. ഇടിക്കല്ലേ. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോക്കാരനൊക്കെ ആയത് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ
അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഇപ്പം നമുക്ക് പൈസയൊക്കെ നന്നായിട്ട് കിട്ടുന്നതൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ എന്താണ് കൺസ്ട്രക്ഷൻ സൈറ്റ് നമ്മളങ്ങ് മേടിച്ചു. നമ്മളവിടെ ഒരു വലിയ ബിൽഡിംഗ് അങ്ങ് പണിയുവാണ്. ഇന്നൊന്നും പണിയത്തില്ല, ഒരു 10-14 വർഷം ആവും. ഓക്കെ, നിങ്ങൾക്കറിയാതിരിക്കാം. അപ്പം നമുക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആൾക്കാർ അവിടെ വന്ന് താമസിക്കാൻ വേണ്ടി ഇപ്പം തന്നെ ഓർഡർ കൊടുത്ത് വെച്ചേക്കുവാണ്. എടൈ അവനെല്ലാം ദിവസവും വാക്കിങ്ങിന് വന്നു. അത് ഞാൻ മറന്നുപോയി. ഓക്കെ, നമ്മുടെ ഈ വണ്ടിയുടെ കളറ് ബ്ലാക്ക് മതി. യെസ്, ബ്ലാക്കാണ് നല്ലൊരു രസം. എന്തിനും ബ്ലാക്ക് ഇടുമ്പോൾ നല്ലൊരു രസമാണ് കാണാൻ. ഓക്കെ, എവിടെയാണ്? അപ്പോൾ പ്ലീസ് കമൻറ്റ് ബിലോ. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നല്ല എൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കൊടുത്തേക്കാം. എന്നിട്ട് എന്താണ്, നിങ്ങൾക്ക് ഏത് ഗെയിം വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് അതാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തും കമൻറ്റ് ചെയ്യാം, എന്ത് ടൈപ്പ് ഗെയിം വേണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കേട്ടോ. നിൽക്കടാ. ഓക്കെ, പോലെടാ, ഞാൻ വരുന്നു. അയ്യോ, നിൽക്കി പോലെടാ. ഇങ്ങനെ സുഖമല്ലേ? ഓടോ സുഖമാടോ. എന്താടോ നിനക്ക് സുഖമല്ലേ? അതെ, സുഖമാടാ. ഓ, നീയേ എന്തിനാ ഇപ്പം എന്നെ കാണാൻ വന്ന? അത് ചോദിക്കാൻ പോകുന്നു. എന്തിനാ നീ എന്നെ കാണാൻ വന്ന? നിനക്ക് ഇന്ത്യൻ CJ അറിയാവോ? ഇന്ത്യൻ CJ ഏതായാലാണ്? കേട്ടിട്ട് പോലും ഇല്ല. ഇന്ത്യൻ എന്നൊക്കെ ചേർത്ത പേരുണ്ടോ? അല്ല, നിൻ്റെ പേരെന്തോ? നീ എൻ്റെ കൂട്ടുകാരനാണ്. അയ്യോ, ഇവൻ എൻ്റെ കൂട്ടുകാരനല്ലേ? അല്ല, ഞാൻ ശരവണനല്ലേ? ഓ, ശരവണ. നീ എത്ര നാളുകൊണ്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ ശരവണ. ഞാനിപ്പോൾ കുറച്ചാൾ എൻ്റെ ഹോം ടൗണിൽ പോയിരുന്നേടാ. അപ്പോൾ നിനക്ക് ഇന്ത്യൻ CJ അറിഞ്ഞൂടാ? അല്ല, നീ എന്താണ് ഇങ്ങനെ പോയത്? നീ അല്ലാന്ന ഇന്ത്യൻ CJ. നീ ട്രാൻസ്ഫോം അല്ല എന്നിട്ടല്ലേ ശരവണനായത്? അയ്യോ, അത് ശരിയാണല്ലോ. ഇവനറിയാം. അപ്പോൾ അതെന്തോ അവർ ഇടിച്ചു കൊള്ളിഞ്ഞ എനിക്ക്. വെയിറ്റ്, നമ്മളുടെ ഈ സിറ്റിയിൽ ആരും എന്താണ് നമ്മുടെ റോഡ് സേഫ്റ്റി പാലിച്ചില്ലെങ്കിൽ ഞാൻ അവരെ അപ്പം തന്നെ തീർക്കും. അതാണ് നമ്മുടെ വിഷൻ. അയ്യോ, എൻ്റെ വണ്ടി ഇടിക്കല്ലേ. ഓ മൈ ഗോഡ്, എൻ്റെ വണ്ടി ഇടിക്കുമോ അയാൾ? ഇടിക്കല്ലേ. ഇടിച്ചില്ല, അയാൾ അപ്പുറത്തോട്ട് പോയിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിത് ഈ ഡിഫൻഡർ വിട്ടിട്ട് നമുക്കിത് ചെയ്യാം. ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഈ ഡിഫൻഡർ അല്ലെന്നാണ്. സോറി, ഇതെന്ന് പറഞ്ഞത് എന്താണ്? ഇത് വേറെ ഏതോ കാറാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ കാർ. ഞാനത് വിറ്റു. കാരണം അതിന് ഇച്ചിരി പാടും മൈലേജ് കുറവായതുകൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിനത് വിറ്റു. കുഴപ്പമില്ല, ഇത് നല്ല കാറാണ്. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് നമുക്കിത് വീട്ടിൽ പോകണം. കാരണം നമ്മുടെ ഇന്ത്യൻ CJ ആവാൻ ഞാൻ നിറയെ നോക്കി. പക്ഷെ നമ്മളിൽ ട്രാൻസ്ഫോം ആയത് നിങ്ങളും കണ്ടതാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് മാറാനും പറ്റുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ് നമുക്ക് പറ്റിയത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോയിട്ടാണ് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ ഫ്രണ്ട്സേ, ഇങ്ങനെ ഇപ്പോഴാണ് തറ വീണത്. ഓ മൈ ഗോഡ്, ഇത് തുടയ്ക്കണമല്ലോ ഇനി. നമ്മുടെ വെള്ള വീടിന് ഞാൻ റെഡ് കളറാക്കട്ടെ. അതിന് ഈസിയാണ്. നമ്മുടെ RGS ടൂൾ എടുക്കുക, ഞാൻ ടൈപ്പ് ചെയ്യട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഹൗസ് കളർ റെഡെന്ന് മാത്രം അടിച്ചാൽ മതി. നമ്മളുടെ ഫുള്ളും റെഡായി. നമ്മുടെ സൈക്കിളും റെഡാണ്, കുഴപ്പമില്ല. എല്ലാം റെഡി കിടക്കട്ടെ. ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ടൊന്ന് ചില്ലായിട്ടെ. ചില്ലിങ്ങൊക്കെ മതി. നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ജിമ്മിൽ പോയിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിക്കട്ടെ. ജിമ്മിൽ പോയി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്താലേ എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യൂ. അതാണ് എൻ്റെ പോളിസി. അപ്പോൾ കുറച്ച് ഓക്കെ. അയ്യോ, ഇങ്ങേതെന്തോ കാണിക്കുന്നേ. ഇറങ്ങതാഴെ. ചേട്ടാ, ഇങ്ങേതൊക്കെ ഓടാനും അറിഞ്ഞൂടെ? ചേട്ടാ, ഇതെന്ത് കഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കുറേ നേരം വർക്കൗട്ട് ചെയ്തു. പക്ഷെ എൻ്റെ ബുദ്ധിയിലൊന്നും ഉദിച്ചില്ല. രാത്രിയുമായി. ഇനിയിപ്പോൾ നമുക്കൊരു വഴിയേ ഉള്ളൂ. നമുക്ക് പോലീസുകാരുടെ അടുത്ത് പോയി പറയണം നമ്മളാണ് ഇന്ത്യൻ CJ. നമ്മൾ ട്രാൻസ്ഫോം ആയ കാര്യം ഫുള്ളും പറയണം. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമായിരിക്കും. രാത്രി തന്നെ പോകണം. കാരണം നാളെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ അടുത്തെല്ലാം പറയാനാണ് പറഞ്ഞത്. ഇതെന്താണ്? നന്നായി. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട്
നമ്മുടെ കാതിൽ കയറാൻ പറ്റത്തില്ലേ? അയ്യോ അയ്യോ, എൻ്റെ കാതിൻ്റെ ചില്ല് ഞാൻ പൊട്ടിച്ച. നമ്മുടെ കാലെന്തോടെ പറ്റിയേ? ഓ, ഇനി ഞാൻ എൻ്റെ വേറൊരു കാത് സ്പോൺ ചെയ്യണമല്ലോ. ആ ഫ്രണ്ട്സ്, ഇതാണ് ഫോർച്യൂണർ. നമ്മുടെ പണ്ട് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് ത്രീ നമ്മൾ സ്പോൺ ആകുമ്പോൾ വരുന്നത് ഫോർച്യൂണർ ആയിരുന്നു. ഇപ്പോൾ വരുന്നത് ഡിഫൻഡറാണ്. ഇതിലും കയറാൻ പറ്റത്തില്ലേ? എന്താ ഇത്? ഒരു വണ്ടിയിലും കയറാൻ പറ്റത്തില്ല. അവിടെ ഒരു വണ്ടി കിടക്കുന്നല്ലോ. ഇതെന്താ ആക്സിഡൻ്റ് ആയ? ഫ്രണ്ട്സ്, ഇതെന്താണ് 2 വണ്ടി ഇവിടെ കൂട്ടിക്കിടക്കുന്ന? നമ്മുടെ സിറ്റിക്ക് എന്തോ പറ്റി. എന്തടേ ഇത്? ഈ വണ്ടി കയറാൻ എന്താണ് ഒരു വണ്ടിയിലും കയറാൻ പറ്റാത്ത? ഇത് ഗ്ലിച്ചാണോ എന്തോന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ സ്പോൺ ചെയ്യുന്ന ഒരു വണ്ടിയിലും നമുക്ക് കയറാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ സൈക്കിളും എടുത്തുകൊണ്ട് പോകണമെന്ന് തോന്നുന്നു. കാരണം ഞാനിപ്പോൾ ഫോർച്യൂണർ സ്പോൺ ചെയ്തിട്ട് അതിലും കയറാൻ പറ്റുന്നില്ല. എന്തോടെ വണ്ടിയിൽ ഒന്നിലും കയറാൻ പറ്റുന്നില്ല. അയ്യോ, ഇപ്പം പണി പാളി. ഇവിടെ കിടന്ന വണ്ടി ഇത് അത് പോയാ? ഇതെന്തോടെ എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞൂടെ. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം നടക്കുന്നു. വണ്ടിയൊക്കെ ചേർന്ന് നടക്കുന്നു, പെട്ടെന്ന് പോന്നു. ഇല്ല, ഈ വണ്ടി എനിക്ക് വേണം. ഇയാൾക്ക് കയറാമെങ്കിൽ എനിക്കും കയറണ്ടേ ഇല്ലേ? ഇതെന്ത് ഗ്ലിച്ചാണല്ലോ. ഇത് യഥാർത്ഥ വണ്ടിയാണോ? എനിക്ക് കയറാനും പറ്റുന്നില്ല. ഇപ്പോൾ എനിക്ക് വേഗം പോകണം. കുഴപ്പമില്ലെങ്കിൽ നമുക്ക് നടന്നു പോകണം. ഇനി എന്ത് ചെയ്യാൻ പറ്റും? തൽക്കാലം നടന്നു പോവാം. നമുക്ക് മതിൽ ചാടിപ്പോയാലോ? അതെ, മതിൽ ചാടാം. ഓക്കെ. ഓ, ഇതാ കിടക്കുന്നു. കുഴപ്പമില്ല. ഓക്കെ. ഇതെവിടാടേ? വെസ്റ്റ് എൻട്രൻസ്. ഓക്കെ. ഓ സാറേ, നമ്മുടെ ഇവിടെ നിന്ന മറ്റേ പോലീസുകാരൻ എന്തി? ഓ ശരവണ, നീ വന്നാ? നിനക്ക് എന്തെങ്കിലും വിവരം കിട്ടിയെങ്കിൽ അകത്ത് പോയുള്ള പേപ്പർ എഴുതി വെച്ചിട്ട് പോവാ. അല്ല സാർ, ഇപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ ഈ സാറിനടുത്ത് പറയുക? ഐഡിയ. എന്തിനാണോ നീ തോക്ക്? അല്ല സാർ, ചുമ്മാ ഒന്ന് കാണിച്ചേ സാർ. സാറിൻ്റെ എൻ്റെയും തോക്കും ഒരേപോലെ ഇരിക്കുന്നുണ്ട്. അല്ല, നിനക്ക് എന്തറിയാമെങ്കിൽ പറ. എന്നാ എഴുതാൻ വയ്യെങ്കിൽ. സാർ, ഞാനാണ് ഇന്ത്യൻ CJ. എന്തോ? ഞാൻ കുറച്ച് സാഹചര്യങ്ങൾ കാരണം എൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ മരുന്ന് കുടിച്ചാണ് ഞാൻ ഇങ്ങനെ ആയത്. ട്രാൻസ്ഫോർമേഷനോ? ഇപ്പോൾ 1 വർഷമായി ഇന്ത്യൻ CJ മിസ്സിങ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിവരം കിട്ടാൻ തുടങ്ങിയിട്ട്. ഓ മൈ ഗോഡ്, ഇവിടെ വലിയൊരു ഡാർക്ക് സീനാവുമല്ലോ. ഇപ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് ത്രീയുടെ റിയൽ ക്യാരക്ടറായ നമ്മുടെ ഇന്ത്യൻ CJ ഇപ്പോൾ കാണാനില്ലെന്ന്. മിസ്റ്റർ, നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യും ഇപ്പം തന്നെ. ഓ ഫ്രണ്ട്സ്, നമ്മൾ അയാളെ കൊന്നു. ഇനി നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആണ്. ഇവിടുത്തെ വണ്ടികൾ പോലും ഇതാവുന്നില്ല. എന്തോ കുഴപ്പമുണ്ട്. ഭയങ്കര രാത്രി. എനിക്ക് എന്തെങ്കിലും വണ്ടി സ്പോൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഫ്രണ്ട്സ്, ആഡും വരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഇതെന്താണ്? ഒരു വണ്ടിയും വർക്കാവുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഈ സിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആവണം. എങ്ങനെയെങ്കിലും ഈ സിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആവണം. ഒരു വണ്ടിയും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വണ്ടി തരണം. വണ്ടി തരാൻ പറ്റുമോ? ഇതെന്താടെ വണ്ടി ഒന്നും വർക്കും ആവുന്നില്ല. ഇത് ആ സാധനം തെളിഞ്ഞു വരുന്നെങ്കിലും നമുക്ക് വർക്കാവാൻ പറ്റത്തില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രാവിലെ ആക്കിപ്പിക്കട്ടെ. ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ഇവിടെ ഒളിച്ചിരിക്കാം. നാളെ രാവിലെ ആവട്ടെ, എന്നിട്ട് ഞാൻ പുറത്ത് പോവാം. ഫ്രണ്ട്സ്, ഓക്കെ, രാവിലെ ഫൈനലി ആയിട്ടുണ്ട്. ഞാൻ തോക്ക് കൈപ്പിടിച്ചിരിക്കുന്ന കാരണം ഇപ്പോൾ രാവിലെ ഭയങ്കര സീനാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ എല്ലാവരും രാവിലെ അല്ലേ വരുന്നത്. ഇതെന്താ ഒരു വെഹിക്കിളും നമുക്ക് എങ്ങനെയെങ്കിലും ഓടി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തണം. അതാണിപ്പോൾ മെയിൻ മിഷൻ. ഓടണം.
ഓടിയാലും ഒന്നും ഇന്നൊന്നും എത്തത്തില്ല. ഞാൻ അങ്ങ് ഓടിപ്പോട്ടെ ഒന്ന്. അയ്യോ അയ്യോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇപ്പോൾ വണ്ടിയൊക്കെ കയറാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഡിഫൻഡർ സ്പോൺ ചെയ്തിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ എന്ത് ഡേഞ്ചറാണിപ്പോൾ. പോലീസുകാരൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഒരു ഗണ്ണെടുത്ത് കൈ പിടിച്ചേക്കാം. ഞാനൊരു അൺസ്റ്റോപ്പായിട്ട് പോവാണ്. ഇടിച്ച് പൊളിയുന്നുണ്ട്. കാരണം നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ആ പോലീസുകാർ ഇന്നലെ നമ്മൾ കൊന്നതൊക്കെ ആൾക്കാർ കണ്ട് അവരൊക്കെ ഇപ്പോൾ അതിന് ഗവൺമെൻറ്റിനെ അറിയിച്ച് വേണം. കാരണം നമ്മുടെ ഗവൺമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫോം ആയിക്കൂടുന്നു. നമ്മളിപ്പോൾ ട്രാൻസ്ഫോം ആയില്ലേ, അതിൻ്റെ കുഴപ്പമാണിപ്പോൾ. ഇവിടെ നടക്കാൻ പോകുന്ന വലിയൊരു കുഴപ്പമായിരിക്കും. ട്രെയിനും ഇവിടെ എത്തിയില്ലോ. മൈ ഗോഡ്, ഇവിടെ ഒരു ട്രെയിൻ കൺട്രോൾ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒളിച്ചിരിക്കണം. വണ്ടിക്ക് പെട്രോൾ ഒഴിക്കാൻ ടൈമില്ല. ഇതിൻ്റെ പുറത്തൊന്ന് കയറിയിട്ട് എനിക്ക് ഈ ആകാശത്ത് എക്സ്പ്ലോർ ചെയ്യാൻ. ട്രെയിൻ അവിടെയാണ്. ഇത് കയറാനും പറ്റുന്നില്ല. അമ്മച്ചി തോന്നി. അയ്യോ, ഇടിഞ്ഞ് പൊളിഞ്ഞിട്ടുണ്ടെല്ലാം. ഞാനിനി എന്തോ ചെയ്യും. നമ്മുടെ ജുറാസിക് പാർക്കിലാണ് അതിനെക്കാട്ടിയും വലിയ കുഴപ്പം. നമ്മുടെ ട്രെയിനിന് ഇനി എസ്കേപ്പ് ആയല്ലോ. നമ്മൾ ട്രെയിൻ കണ്ടുപിടിച്ചേക്കുന്ന എനിക്ക് ഓർമ്മയുണ്ടായിരിക്കും. പക്ഷേ ഇപ്പം അതിനെക്കാട്ടിയും വലിയ കുഴപ്പമാണ്. മൈ ഗോഡ്, ഇപ്പം നമ്മളുടെ കാര്യത്തിൽ തീരുമാനമാകും. കാരണം നമ്മളെ അന്വേഷിച്ച് വലിയ ഹെലികോപ്റ്റേഴ്സ് വരുമായിരിക്കും ചിലപ്പോൾ. നോ, മൈ ഗോഡ്, നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. അയ്യോ ഏത് തോക്കാം, എനിക്ക് അറിഞ്ഞൂടെ എന്തോ ചെയ്യണമെന്ന്. അൾട്ടിമേറ്റ് സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ട്രെയിനാണ് ആവശ്യം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് ഈ സാധനത്തിനെ ഫോളോ ചെയ്ത് പോയി എങ്ങനെയെങ്കിലും ട്രെയിൻ എടുക്കണം. അല്ലാതെ എനിക്ക് എസ്കേപ്പ് ആവാൻ പറ്റത്തില്ല. വരെ എങ്ങോട്ടാണ് പോകുന്നത്? ഇതെന്ത് പാടാണ്. നമ്മളെ പോലീസ് പിടിക്കും. പോലീസ് നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ട്. അമ്മച്ചി തോന്നുന്നു. ഇപ്പോൾ നമ്മളുടെ പോലീസ് ബാക്കിലുണ്ട്. ഞാൻ കണ്ണടച്ചിട്ട് ഓടിക്കുവാണ്. നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഒന്ന് ഒളിച്ചിരിക്കാവുന്ന വീഡിയോ ആണെന്ന് എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. നമ്മൾ ഈ സിറ്റിന്ന് എസ്കേപ്പ് ആവുകയാണ്. ബൈ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് റെഡി. എങ്ങനെയെങ്കിലും ഇവിടുന്ന് എസ്കേപ്പ് ആവണം. നമ്മുടെ സുഗുണനല്ലല്ലോ, ശരവണൻ അല്ലാന്നോ നമ്മുടെ പേര്? മൈ ഗോഡ്, നമ്മളുടെ പേര് ശരവണൻ എന്നാണ്. ഞാൻ ചുമ്മാ ഇട്ട പേരാണ്. ഇപ്പം എന്തോ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ട്രാക്ക് തെറ്റി. ഫൈൻ. എത്തിയില്ലേ? ഇതെവിടാണ് ഐഡിയ? നമുക്ക് ബീച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഒളിച്ചിരുന്നിട്ട് ഇവിടെ ഒളിച്ചിരിക്കാം. ഇവിടെ പോലീസ് വരാൻ ചാൻസ് കുറവാണ്. ബ്രേക്ക് പിടിച്ച് നിർത്തി. ഓക്കെ, എന്നിട്ട് നമുക്കിപ്പോൾ തന്നെ ഡോൺ ഓൺ ചെയ്യണം. നമ്മുടെ ഡോൺ നമുക്ക് കൂട്ടുകാരൻ തന്നില്ലേ, DON, ഡോൺ. DON. ഓക്കെ, ഡോൺ ക്രോസ് ദ വെഹിക്കിൾസോ? എന്താണിപ്പോൾ പറ്റിയത്? ഡോൺ ക്യാമറ ഓഫായോ? DON. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഇത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ഇതെന്താണ്? ഇത് കുറേ ദൂരം ഉണ്ടല്ലോടേ. നമുക്കിവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. അതാണ് നമ്മുടെ മെയിൻ മിഷൻ തന്നെ. നോ, ഇത് എത്രയോ ദൂരെയാണ്. എനിക്ക് കൊണ്ട് പറ്റത്തില്ല. ഇത് ഏതോ ഒരു സ്ഥലത്താണ്. എന്നെക്കൊണ്ട് പറ്റത്തില്ല. നമുക്കിപ്പോഴെന്താണ് കോള് വരുന്നേടേ? ഹലോ, ആരാണ്? ഹലോ, നീ അല്ലേടേ? നീ മറ്റേ ശരവണനല്ലേ? അതെ, ഞാൻ ശരവണൻ. ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്? ആരാ നിങ്ങൾ? എന്നെ നീ മറന്നുപോയോ? ഞാൻ ഇന്ത്യൻ CJ. ഇതിപ്പോൾ എല്ലാം കുഴപ്പത്തിലായല്ലോടെ. ആദ്യം പറയുന്നത് നമ്മളാ ഇന്ത്യൻ CJ. നിങ്ങളാരാ? നീ മറന്നു പോയോടേ? നിന്റെ രാജ്യം അപ്പുറത്തുള്ള രാജ്യമാണ്. ഞാൻ കുറച്ചാൾ അവിടെ നിൽക്കാൻ പോയതാണടേ. നീ അല്ല ഇന്ത്യൻ CJ. എല്ലാം ഇപ്പം ഇതെന്ത് കഷ്ടമാണ്. അറിയാൻ നേരത്തെ വിളിച്ച് പറയേണ്ട ഇതൊക്കെ.
ഇപ്പം നമ്മളെ പോലീസ് വിളിക്കാതായി. ഓ, നീ ചെന്നാ പുതിയ ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് പറ, ഞാനാണ് ഇന്ത്യൻ CJ, ഒരു നാളെ വരാടാ അവിടെ. ശരിയാ അളിയ. ഓ, ഇത്രയും നാളും നമ്മൾ കഷ്ടപ്പെട്ടത് ചുമ്മാതായി. നമ്മുടെ ഇന്ത്യൻ CJ നമ്മുടെ സ്ഥലത്ത് പോയത്, നമ്മൾ ഇന്ത്യൻ CJയുടെ കാലത്ത് വന്നേ. ഇതിപ്പോൾ ഫുള്ള് എൻ്റെ മെമ്മറിയാണോ പോയത്, അവൻ്റെയാണോ എന്തുവാന്ന് എന്നൂടാ. ഫൈനലി നമ്മൾ എസ്കേപ്പായി. ഓ, വീഡിയോ ആണെന്ന് എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം അങ്ങനത്തെ ഒരു സംഭവമായിരുന്നത്. ഓ, ഇനി അവിടെ വരെ ചെല്ലാൻ സമയം എടുക്കും. ഓഹോ, ഓക്കെ, നമ്മൾ എത്താതായോ? ഇല്ലില്ല, നമ്മൾ കുറേ ദൂരം വന്നായിരുന്നു. ഓക്കെ, നമ്മളുടെ ഇന്ത്യൻ CJ എന്തായാലും ഇത് പണി പറ്റിച്ചായിരുന്നു. കാരണം ഇങ്ങനെ അങ്ങ് ചെയ്യാമായിരുന്നല്ലോ. നമ്മുടെ ഇന്ത്യൻ CJ നമ്മളെ കൊണ്ടുവരണം. പക്ഷെ ഞാൻ എപ്പോഴും ഗെയിം എടുക്കുമ്പോൾ ഇങ്ങേതേ വരുന്നുള്ളൂ ഇയാൾ. അത് നമുക്കൊക്കെ സെറ്റ് ചെയ്തെടുക്കാം, അടുത്ത വീഡിയോയിലിട്ടൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഏത് കണ്ടൻറ്റ് വേണമെന്ന് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ അൾട്ടിമേറ്റ് സ്പീഡിൽ പറപ്പിച്ച് വിടുവാണ്. നമുക്കിനി ഇന്ത്യൻ ബൈക്സ് കഴിഞ്ഞിട്ട് പേടിക്കേ വേണ്ട. കാരണം നമ്മുടെ ഇന്ത്യൻ CJ വരികയാണ്. പെട്രോളൊന്നും അടിക്കേണ്ട ആവശ്യമേ ഇല്ല. യെസ്, നമുക്കിനി ബ്രേക്ക്. ഓ, നോ, നമ്മുടെ ഡിഫൻഡറും എടുത്തുകൊണ്ട് നമ്മൾ പറക്കാൻ പോവുകയാണ്. യെസ്, ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് ഇനി പോകുന്നത്. കാരണം നമുക്കിനി പേടിക്കണ്ട, ഇന്ത്യൻ CJ നമ്മുടെ നാട്ടിൽ അപ്പുറത്തെങ്ങാണ്ടാണ്. അവിടെ ജസ്റ്റ് കറങ്ങാൻ പോയി നമ്മളെ ഇങ്ങോട്ട് അയച്ച്. അതാണ് ഞാൻ കിടന്നങ്ങ് ചുമ്മാതെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇവിടെ നമ്മുടെ ജംഗ്ഷനൊക്കെ എത്തി, റൗണ്ട് അബൌട്ടെ. യെസ്, ഇടിച്ചിടിച്ച് കുഴപ്പമില്ല, നമ്മുടെ പോലീസ് സ്റ്റേഷൻ എത്തിയല്ലോ. യെസ്, നമുക്കൊന്നും പേടിക്കാനില്ല. ആൾക്കാരൊക്കെ നമ്മളെ തന്നെ നോക്കുവാണ്. ഓക്കെ, മാറി നിൽക്കേ. അയ്യോ, ഇയാൾക്ക് എങ്ങനെയാണ് വണ്ടി ഓടിക്കുക? ഓക്കെ, അയ്യോ ഇടിക്കല്ലോ. ഇടിച്ചാൽ പിന്നെ എന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇടും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിൽക്കണോ അവിടെ? യെസ്, ഞാൻ കാണിച്ചു തരാം സാർ. തോക്ക് പിടിച്ചേക്കാം, കാരണം ഇവർ ചിലപ്പോൾ അങ്ങ് വെടിവെച്ച് കൊന്നാലോ. മിസ്റ്റർ, ഞങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്യും. മിസ്റ്റർ, നിങ്ങളെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത്. എന്നെ കിടന്ന് നിങ്ങൾ എത്ര ഓടിച്ചെന്നറിയാവോ? എന്തോ ഓടിച്ചെന്നാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്തിനാ അവനെ കൊന്നേ? ഞാൻ പറഞ്ഞു തരാം. ഞാനല്ല യഥാർത്ഥ ഇന്ത്യൻ CJ. പിന്നെ ആഴോ? ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. എടോ, ഞാനന്ന് പറയുന്ന കേക്ക്. ഞാനായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാനായിരുന്നെന്ന്. അതാണ് സത്യം. എന്തുവാണോ താൻ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്ത്യൻ CJ എൻ്റെ നാട്ടിൽ കറങ്ങാൻ പോയി. അപ്പോൾ എന്നെ അവൻ ഇങ്ങോട്ട് അയച്ചു. പക്ഷെ എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. എന്തുവാ നീ പറഞ്ഞു? അയ്യോ. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിനെ ജസ്റ്റ് വിളിച്ച് പറയാം. ഹലോ, SI ആണോ സംസാരിക്കുന്നത്? അതെ, എന്താണ്, ആരാണ്? ഞാൻ നമ്മുടെ ശരവണനാണ്. ഓക്കെ ശരവണ, നിൻ്റെ കാര്യം ക്ലിയറായി. ഓക്കെ ശരവണ, നിനക്കിനി ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഇന്ത്യൻ CJ വരുമ്പോൾ അവൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ സാർ. ഓക്കെ, നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കാം. നമുക്ക് ജീവിക്കാമെന്നല്ല, ഈ 2 ദിവസം കൂടി കഴിഞ്ഞ് ഇന്ത്യൻ CJ ഇങ്ങോട്ട് വരും. അപ്പം നമുക്ക് ഇന്ത്യൻ CJയുടെ നാട്ടിൽ പോകും. ഈ 2 പോലീസുകാർ കള്ളം കാണിച്ചു. അവർ ഞങ്ങൾക്കൊന്ന് കളഞ്ഞു, കുഴപ്പമില്ല. ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യട്ടെ. ഓക്കെ. ഇടിക്കല്ലേ? ഇടിച്ച് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ വണ്ടി ഇങ്ങോട്ടങ്ങ് കയറ്റി പാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ ഇട്ടയാണ്. ഈ ക്യാരക്ടറിനെ മാറ്റാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ചിലപ്പോൾ മാറ്റിയിട്ടിടുന്നതാണ്. ഭയങ്കര ചൂട്. ഞാൻ ഫാൻ ഇടട്ടെ. ഈസി ആയിട്ട് നമ്മൾ ഫാൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആരും മറക്കല്ല് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എന്ത് കണ്ടൻറ്റൊക്കെ വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായിട്ടും കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ബിലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.